Hi everyone, welcome back to Social Science Classroom. SSLC ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും. ഓൾറെഡി 2 ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ഇക്വിനോക്സസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരെയാണ്. നമ്മളിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മളൊരു റെവല്യൂഷൻ എന്താണ്, റൊട്ടേഷൻ എന്താണ്, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. അതേപോലെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സൂര്യന്റെ ഒരു റെവല്യൂഷൻ പീരീഡ്. ആ ഒരു റെവല്യൂഷൻ പീരീഡിൽ നമ്മുടെ സൂര്യന്റെ ഡിഫറെന്റ് പൊസിഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22, അങ്ങനെയുള്ള 4 ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷനാണ്. ഓക്കെ, സൂര്യന്റെ അല്ല, നമ്മുടെ ഭൂമിയുടെ പൊസിഷനാണ്. ഓക്കെ, ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റി റിവോൾവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റെവല്യൂഷൻ. അപ്പൊ അങ്ങനെ സൂര്യനെ ചുറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഭൂമി കവർ ചെയ്യുന്ന 4 ഡിഫറെന്റ് പൊസിഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സെൻട്രലിൽ സൂര്യനെ കാണാം. അപ്പൊ അതിൽ ഈ 4 ഡേറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 ഈ 2 ഡേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ പേര് കിട്ടാനുള്ള കാരണം ഓൺ ദീസ് ഡേയ്സ്, ഈ 2 ഡേയ്സിന്റെ പ്രത്യേകത എന്താ, ദി സൺസ് റേസ് വിൽ ബി ഓൺ ദി ഇക്വേറ്റർ, വെർട്ടിക്കലി അബോവ് ദി ഇക്വേറ്റർ. ഈ 2 ഡേയ്സിൽ വരുന്നൊരു പ്രത്യേകത, സൂര്യപ്രകാശം വെർട്ടിക്കലായിട്ട് നേരെ ഇക്വേറ്ററിന് മുകളിൽ റീച്ച് ചെയ്യുന്ന 2 ഡേറ്റ്സ് ആണ് മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ദി അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദി സൺ ഡ്യൂറിംഗ് ദി എർത്ത് റെവല്യൂഷൻ വിൽ ബി ഓവർ ദി ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഓക്കെ, ഈ 2 ഡേറ്റ്സിൽ മാർച്ച് 21 സെപ്റ്റംബർ 23 ഇക്വേറ്ററിന് നേർ മുകളിലായിട്ട് സൂര്യപ്രകാശം വെർട്ടിക്കലായിട്ട് റീച്ച് ചെയ്യുന്ന 2 ഡേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 2 ഹെമിസ്ഫിയറിലും ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ പറയുന്നതാ, ഹെൻസ് ദി ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് ഓൺ ബോത്ത് ദി ഹെമിസ്ഫിയേഴ്സ്. ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും ഒക്കെ 2 ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ദീസ് ഡേയ്സ് ആർ കോൾഡ് ഇക്വിനോക്സസ്. ഓക്കെ, ഈക്വൽ എന്ന് നമ്മൾ ഓർത്താൽ മതി. ഈക്വൽ, ഇക്വിനോക്സസ്, ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ഇൻ ബോത്ത് ദി ഹെമിസ്ഫിയേഴ്സ്. 2 ഹെമിസ്ഫിയറിലും മീൻസ് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്. അങ്ങനെയുള്ള ഈ 2 ഡേറ്റ്സ് ആണ് മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 ആണ് ഇക്വിനോക്സസ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ അതിനുശേഷമുള്ള ഭാഗമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ശ്രദ്ധിക്കാം. ഫ്രം 21 March onwards, the sun apparently shifts from the equator northwards and reaches vertically over the Tropic of Cancer, that is 23.5 north, on 21st June. അപ്പോൾ മാർച്ച് 21 ഞാൻ മറ്റൊരു പിക്ചർ ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മാർച്ച് 21 സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മാർച്ച് 21 സൂര്യന്റെ സ്ഥാനം നേരെ ഇക്വേറ്ററിന് നേർ മുകളിലാണ്, ഇക്വേറ്ററിന് മുകളിലാണ്. അത് അടുത്ത 3 മാസം കൊണ്ട്, മാർച്ച് 21 കഴിഞ്ഞ് ജൂൺ, മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ അല്ലെ, അങ്ങനെ ജൂൺ 21 ആകുമ്പോൾ മാർച്ച് എന്ന് പോയി ജൂൺ 21 ആകുമ്പോൾ സൂര്യന്റെ പൊസിഷൻ വെർട്ടിക്കലി എബോവ് എവിടെ എത്തുകയാണ്? നേരെ വെർട്ടിക്കലി എബോവ് ദി റീച്ചസ് വെർട്ടിക്കലി എബോവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ ജൂൺ 21. സൂര്യന്റെ സ്ഥാനം മാർച്ച് 21 ഇക്വേറ്ററിന് മുകളിലുള്ള സൂര്യന്റെ സ്ഥാനം നേരെ എങ്ങോട്ട് പോവാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്. ജൂൺ 21 ആയപ്പോഴേക്കും ഒരു നോർത്ത് വേർഡ് ഷിഫ്റ്റ് ആണ്. നോർത്ത് വേർഡ് ഷിഫ്റ്റ് പറയുമ്പോൾ എന്താ? നോർത്തിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇത് നോർത്ത്, താഴെ സൗത്ത്, ഇവിടെ അവിടെ വെസ്റ്റ്, അതേപോലെ ഓക്കെ വെസ്റ്റ്, അതേപോലെ ഈസ്റ്റ്. ഈ ഡയറക്ഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ് മാർച്ച് 21 കഴിഞ്ഞ് പിന്നെ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണ് സൂര്യൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഇറ്റ് റീച്ചസ് അബോവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ, വെർട്ടിക്കലി അബോവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ ജൂൺ 21. ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് സൂര്യൻ എത്താണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ 23.5 നോർത്തിലുള്ള ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ എന്നിട്ടോ
ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റിലേക്ക് ഷെയർ ചെയ്യാം. Okay, so from March 21st onwards, the sun apparently shifts from the equator northwards and reaches vertically over the Tropic of Cancer. അങ്ങനെ Tropic of Cancerന്റെ മുകളിലെത്തുന്നു on 21st June, ജൂൺ 21. This day is known as summer solstice in northern hemisphere. ഈ ജൂൺ 21 അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് അതിന്റെ മുകളിൽ നേരെ വെർട്ടിക്കൽ ആയിട്ട് സൂര്യപ്രകാശം എത്തുന്ന, സൂര്യൻ എത്തുന്ന ആ ഒരു ഡേറ്റിനെ നമ്മൾ വിളിക്കുന്നത് സമ്മർ സോൾസ്റ്റൈസ് എന്നാണ്. സമ്മർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സമ്മർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നൊക്കെ പറയും. ഗ്രീഷ്മ അയനാന്ത ദിനം. ഓക്കെ, നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ ഇംഗ്ലീഷ് തന്നെയാണ്. സമ്മർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പം നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ രണ്ട് ഡേറ്റ്സ് ഏതൊക്കെയായിരുന്നു? നേരത്തെ പറഞ്ഞ രണ്ട് ഡേറ്റ്സ് മാർച്ച് 21 ആൻഡ് ജൂൺ 21. ഈ രണ്ട് ഡേറ്റ്സിന്റെ പ്രത്യേകത ഇക്വിനോക്സിസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഈ ഒരു ഡേറ്റ് ജൂൺ 21 സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ജൂൺ 21 സൂര്യന്റെ പൊസിഷൻ, സൺസ് പൊസിഷൻ വിൽ ബി ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ ദിസ് ഡേറ്റ്, ഓൺ 21 ജൂൺ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റിനെ നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് വിളിക്കുന്നത്. സമ്മർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. ഓൺ ദിസ് ഡേ ദി നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ഈ ഒരു ജൂൺ 21 പ്രത്യേകത, ഈ ഒരു ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താ ഉണ്ടാവുക? നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആണ്. അത് നമുക്ക് ആ ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് ഒന്നുകൂടി നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു മാർച്ച് 21 ഇക്വേറ്ററിലാണ് നമ്മുടെ സൂര്യനുള്ളത്. ഇക്വേറ്ററിന് നേർ മുകളിലാണ്. above the reaches vertically above the equator on March 21. അങ്ങനെ അത് അടുത്ത 3 മാസം കൊണ്ട് നേരെ ജൂൺ 21 ആകുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്, അല്ലെ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേർ മുകളിലായിട്ട് ആര് വന്നു? സൂര്യപ്രകാശം. ഓക്കെ, സൂര്യൻ ഞാൻ ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കുകയാണ്. ആദ്യം സൂര്യൻ എവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് നേരെ വെർട്ടിക്കലി അബവ് ദി ഇക്വേറ്റർ. ഓക്കെ, അത് അടുത്ത 3 മാസം കൊണ്ട് എങ്ങോട്ട് മൂവ് ചെയ്തു? സൂര്യൻ കുറച്ച് നോർത്തിലേക്ക് മൂവ് ചെയ്തു. എന്തിന്റെ നേർമുകളിലായി? വെർട്ടിക്കലി അബവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നേരെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ വെർട്ടിക്കലായിട്ട് സൂര്യപ്രകാശം എത്താൻ തുടങ്ങി. അതായത് എവിടെയുള്ളത് ഇപ്പോൾ സൂര്യൻ? നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അല്ലെ? നമ്മുടെ ഭൂമിയെ 2 ഭാഗമാക്കി നമ്മൾ മുറിച്ചാൽ മുകൾ ഭാഗമാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴ്ഭാഗമാണ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലാണ് ജൂൺ 21 സൂര്യനുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എവിടെയാണോ സൂര്യൻ ഉള്ളത്, സൺലൈറ്റ് എവിടെയാണോ ഉള്ളത്, അവിടെയായിരിക്കും ഡേ ടൈം കൂടുക. ഓക്കെ, സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് എന്തുണ്ടാവുക? നൈറ്റ് ഉണ്ടാവുക. നമുക്കറിയാലോ, സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ഇരുട്ടാവുന്നത്, രാത്രിയാവുന്നത്. അപ്പൊ സൂര്യപ്രകാശം കിട്ടുമ്പോൾ പകലായിരിക്കും. അപ്പൊ ജൂൺ 21 സൂര്യൻ എവിടെയുള്ളത്? സൺസ് പൊസിഷൻ വിൽ ബി ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ ജൂൺ 21. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലായിട്ടാണ് സൂര്യന്റെ സ്ഥാനം ജൂൺ 21 അതുകൊണ്ട് തന്നെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഓക്കെ, ഇതാ ഇത്രയും ഭാഗമാണ് ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ. നേരെ താഴ്ഭാഗം ഏതാ? സദേൺ ഹെമിസ്ഫിയർ, അല്ലെ? അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ടൈമിൽ എന്തായിരിക്കും? ഡേ ടൈം കൂടും, നൈറ്റ് ടൈം കുറയും. ഓക്കെ, സൂര്യൻ നേരെ അവിടെ പതിക്കുന്നത്, സൂര്യപ്രകാശം ഇഷ്ടംപോലെ കിട്ടുന്നത് കൊണ്ട് ഡേ ടൈം കൂടും, അതേപോലെ നൈറ്റ് ടൈം കുറയും. അതാണ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാണ്. നമുക്ക് വീണ്ടും ടെക്സ്റ്റിലേക്ക് പോയിട്ട് ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അവിടെ പറയുന്നു, ഓൺ ദിസ് ഡേ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ഓക്കെ, ലോങ്സ്റ്റ് ഡേ ദൈർഘ്യമേറിയ പകലും അതേപോലെ ദൈർഘ്യം കുറഞ്ഞ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള നൈറ്റുമായിരിക്കും, രാത്രിയുമായിരിക്കും എവിടെ ഉണ്ടാവുക? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുക. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിലോ? അതാണ് ഇവിടെ ചോദ്യം. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദി ഡേ and night in the southern hemisphere on June 21st. ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ പറഞ്ഞു ലോങ്സ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും അവസ്ഥ? നേരെ ഓപ്പോസിറ്റ്. ഇവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, കാരണം സൂര്യൻ എവിടെയുള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ സൂര്യപ്രകാശം കുറവായതുകൊണ്ട് അവിടെ നൈറ്റ് ടൈം കൂടും, ഡേ ടൈം കുറയും. ആൻസർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം.
Southern Hemisphere experiences its shortest day and longest night. അതാണ് ആൻസർ. സദേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്സ്റ്റ് നൈറ്റ്. അതായത് ഡേ ടൈം വളരെ കുറയും, കാരണം സൂര്യപ്രകാശം എവിടെയുള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൂര്യനുള്ളത്. അതേപോലെ നൈറ്റ് ടൈം കൂടും, രാത്രി സമയം കൂടും, അതാണ് ലോങ്സ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണോ ഉള്ളത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. സദേൺ ഹെമിസ്ഫിയറിൽ എന്താണോ ഉള്ളത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഓക്കെ, then the northern hemisphere generally experiences spring season between 21st March and 21st June. Okay, നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. The northern hemisphere generally experiences spring season. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ generally experiences spring season between 21st March and 21st June. അതായത് ഇക്വേറ്ററിന് മുകളിലായിരുന്നു 21st മാർച്ചിന് സൂര്യന്റെ പൊസിഷൻ. അവിടുന്ന് നേരെ ജൂൺ 21st ആയപ്പോൾ എവിടെ എത്തിയെന്ന് നമ്മൾ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി ഇവിടെ ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മാർച്ച് 21ന് ഇക്വേറ്ററിന് നേർമുകളിലാണ് സൂര്യന്റെ പൊസിഷൻ ഉള്ളത്. അത് ജൂൺ 21 ആയപ്പോൾ നേരെ ട്രോപ്പിക് ഓഫ് ഇക്വേറ്ററിന് നേരെ അങ്ങോട്ട് പോയി ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി. അപ്പൊ ഈ ഒരു പീരീഡ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഈ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റിന്റെ ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ ഒരു പീരീഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്നത് സ്പ്രിംഗ് സീസൺ ആയിട്ടാണ്. ഓക്കെ, ഏതാണ്? സ്പ്രിംഗ് സീസൺ, നോർത്തേൺ ഹെമിസ്ഫിയർ. സ്പ്രിംഗ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, സ്പ്രിംഗ് സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പം ജൂൺ 21 മുതലുള്ള മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഈ ഒരു ഡേറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്പ്രിംഗ് സീസൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ആ സ്പ്രിങ്ങിന്റെ പ്രത്യേകത പറയാണ്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, ഞാൻ ഒന്നുകൂടി ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്യാണ് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 21st മാർച്ച് ആൻഡ് 21st ജൂൺ ഇതിനിടയിലുള്ള ആ ഒരു പീരീഡ് ആണ് ഏത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കേട്ടോ, വേറെ എവിടെയല്ല. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആണ് ഈ ഒരു ഡ്യൂറേഷൻ, ഈ ഒരു പീരീഡ് എന്ന് മനസ്സിലാക്കുക. ഇനി ആ സ്പ്രിങ്ങിന്റെ പ്രത്യേകത പറയാണ്. എന്താ സ്പ്രിങ്ങിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. വിന്ററിന്ന് സമ്മറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സീസൺ ആണ് ആക്ച്വലി ഏത്? സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് സ്പ്രിംഗ്? വിന്റർ ടു സമ്മർ, എ ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. വിന്ററിന്ന് സമ്മറിലേക്കുള്ള, ഓക്കെ, വിന്റർ സീസണിന്ന് സമ്മർ സീസണിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്, ഒരു ട്രാൻസിഷൻ സീസൺ ഉണ്ട്. ആ സീസൺ ആണ്, രണ്ടിന്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സീസൺ ആണ് യഥാർത്ഥത്തിൽ ഇത് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹാവൻറ്റ് യു നോട്ടീസ്ഡ് ദി പ്ലാന്റ്സ്? ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ, 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും വന്നിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു ട്രാൻസിഷൻ ഫ്രം സമ്മർ ടു വിന്റർ ആണോ, ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ ആണോ സ്പ്രിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് പലപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് മാറാറുണ്ട്, ചില കുട്ടികളൊക്കെ തെറ്റിച്ച് എഴുതാറുണ്ട്. അപ്പൊ പ്രത്യേകം ഓർക്കുക, സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. വിന്ററിന്ന് സമ്മറിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. ഓക്കെ, then haven't you noticed the plants sprouting, mango trees blooming and jackfruit trees bearing buds and the like? അതായത് ഈ ഒരു സ്പ്രിംഗ് സീസണിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ മാറ്റങ്ങൾ നമ്മൾ പ്രകൃതിയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് മാവും പ്ലാവും ഒക്കെ പൂക്കുക, ചെറിയ കായ്കളൊക്കെ ഉണ്ടാവുക, അത് പുതിയ ചെടികളൊക്കെ തളിർത്ത് വീഴുക, പൂക്കൾ ഉണ്ടാവുക, അങ്ങനെ കുറെ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദീസ് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് സീസൺ. ഇതൊക്കെ ഈ ഒരു സ്പ്രിംഗ് സീസണിൽ ഉണ്ടാവുന്ന പ്രത്യേകതകളാണ്. റീഡ് ടേബിൾ 1.1 ആൻഡ് ഐഡന്റിഫൈ ദി സീസൺ ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഓക്കെ, നമ്മളിവിടെ ഇവിടെ ഒരു ടേബിൾ നോക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ഈ വരച്ച വരകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ പറയുന്നുണ്ട് അല്ലേ? ഏത് ടേബിളാണ്? ടേബിൾ 1.1 നോക്കിയിട്ട് ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ
ഈ പറഞ്ഞ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും സീസൺ എന്ന് നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറയണം, ആ ടേബിൾ നോക്കിയിട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണോ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. ഓക്കെ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും. നേരെ തിരിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആയിരിക്കും. അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മളിപ്പോൾ പറഞ്ഞ സ്പ്രിംഗ് ആണെങ്കിൽ, സ്പ്രിംഗ് സീസൺ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ടേബിൾ 1.1 ആണ് നോക്കേണ്ടത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആകുമ്പോൾ, ഓക്കെ, ഇതാ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവിടെ നോക്കാണ്ട് തന്നെ ഈ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റും, എന്താണോ നോർത്തിലുള്ളത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്തിലുള്ളത്. നമുക്ക് ആകെ 4 സീസൺസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. അപ്പൊ സ്പ്രിംഗ് ആകുമ്പോൾ ഒരു ഭാഗത്ത് സ്പ്രിംഗ് ആകുമ്പോൾ മറുഭാഗത്ത് ഓട്ടം, ഒരു ഭാഗത്ത് സമ്മർ ആകുമ്പോൾ മറുഭാഗത്ത് വിന്റർ. അത്രേ നമ്മൾ ബേസിക് ആയിട്ട് ഓർത്ത് വെക്കാനുള്ളൂ. ഓക്കെ, ദെൻ ബാക്കി കാര്യങ്ങൾ നോക്കാം. The southward apparent movement of the sun begins from 21st June and again reaches vertically above the equator on 23rd September. Summer season is experienced in the northern hemisphere during this period. Okay, എന്താ പറയുന്നത്? ഞാൻ ആ ചിത്രത്തിലേക്ക് ഒന്നുകൂടി പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ മാർച്ച് 21 ഇക്വേറ്ററിന്റെ നേർമുകളിൽ അല്ലെ ആണ് ആരുള്ളത്? സൂര്യന്റെ പൊസിഷൻ ഉള്ളത്. അവിടുന്ന് നോർത്ത് വേർഡ് മൂവ്മെന്റിലൂടെ അല്ലെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി. വീണ്ടും അടുത്ത 3 മാസം കൊണ്ട്, ആ ജൂൺ 21 കഴിഞ്ഞിട്ട് അടുത്ത 3 മാസം കൊണ്ട് സൗത്ത് വേർഡ് മൂവ്മെന്റ് ആണ് നമ്മുടെ സൂര്യന്റെ ഒരു പൊസിഷൻ ഉണ്ടാവുന്നത്. ജൂൺ 21 അത് മൂവ് ചെയ്ത് അടുത്ത 3 മാസം കൊണ്ട് അഗെയിൻ ഇറ്റ് റീച്ചസ് അബവ് ദി ഇക്വേറ്റർ. വീണ്ടും ഇക്വേറ്ററിന്റെ നേർമുകളിലെത്തുന്നു സൂര്യന്റെ പൊസിഷൻ. സൺസ് പൊസിഷൻസ് വിൽ ബി ഓവർ ഇക്വേറ്റർ ഓൺ സെപ്റ്റംബർ 23rd. സെപ്റ്റംബർ 23 വീണ്ടും സൂര്യന്റെ സ്ഥാനം എവിടുത്താണ്? ഇക്വേറ്ററിന് പോയി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി. വീണ്ടും അഗെയിൻ ഇറ്റ് റീച്ചസ് അബവ് ദി ഇക്വേറ്റർ. വീണ്ടും സെപ്റ്റംബർ 23 ഇക്വേറ്ററിന് മുകളിലെത്താണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ 2 ഡേറ്റ്സും ദീസ് ഡേയ്സ് ആർ കോൾഡ് ഇക്വിനോക്സസ് അല്ലെ. ഇക്വിനോക്സസ് ആണ് എന്ന്, സമരാത്ര ദിനങ്ങൾ എന്നാണ് ഈ ഡേയ്സ് അറിയപ്പെടുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ മാർച്ച് 21 ജൂൺ 21 പോകുന്നു. അപ്പൊ ഈ ഒരു പീരീഡ് മാർച്ച് ടു ജൂൺ എന്നുള്ള ഈ ഒരു പീരീഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നു ജൂൺ 21 ടു സെപ്റ്റംബർ 23rd. ജൂൺ 21 സെപ്റ്റംബർ 23rd വരെയുള്ള ആ ഒരു പീരീഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസൺ ആണ്? ശ്രദ്ധിക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പീരീഡ് നോർത്തിൽ സമ്മർ സീസൺ ആണെങ്കിൽ സൗത്തിൽ ഏതായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിൽ യാതൊരു സംശയവും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആയിരിക്കും. ഓക്കെ, സോ അത് ക്ലിയർ ആണ്. അപ്പൊ ഈ കാര്യമാണ് നമ്മളിപ്പോ ടെക്സ്റ്റിൽ വായിച്ചത്. ഓക്കെ, അപ്പോൾ ജൂൺ 21 അഗെയിൻ ഇറ്റ് റീച്ചസ് above the it reaches means sun's rays reaches, അല്ലെങ്കിൽ sun's position will be on vertically above the equator on September 23rd. അപ്പോൾ ആ ഒരു സീസൺ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ സീസൺ ആണ് എന്ന് കൂടി മനസ്സിലാക്കാം. ഓക്കെ, ദെൻ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാണ്. വീണ്ടും നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം. Okay, what are the changes observed in nature during the summer season? അത് എക്സാമിന് ഉണ്ടാവുന്ന ഒരു ചോദ്യമൊന്നുമല്ല. സമ്മർ സീസൺ ആകുമ്പോൾ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? നമുക്കറിയാലോ, സമ്മറിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ലീഡ്സ് ടു ഡ്രോട്ട്സ് എക്സെട്ര. അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അതിന്റെ ഭാഗമായിട്ട് വരൾച്ച പോലെയുള്ള പ്രശ്നങ്ങളും സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ അല്ലെ, അതായത് ജല ദൗർലഭ്യവും അങ്ങനെയൊക്കെയുള്ള ജലക്ഷാമം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് ഓരോ നാട്ടിലും ഡിഫറെന്റ് ആണ്. ദെൻ അത് ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് കൊടുത്തതാണ്. ദി സൺ കണ്ടിന്യൂസ് ഇറ്റ്സ് സൗത്ത് വേർഡ് അപ്പാരന്റ് ഷിഫ്റ്റ് ഫ്രം ദി ഇക്വേറ്റർ ഫ്രം 23rd September and reaches vertically above Tropic of Capricorn on 22nd December.
ഓക്കെ, അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഇക്വേറ്ററിന് സൂര്യന്റെ സ്ഥാനം വീണ്ടും മൂവ് ചെയ്യാണ്. ദി സൺ കണ്ടിന്യൂസ് ഇറ്റ്സ് സൗത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ്, അപ്പാരന്റ് ഷിഫ്റ്റ് ഫ്രം ദി ഇക്വേറ്റർ from 23rd September and reaches vertically above Tropic of Capricorn on 22nd December. This day is known as winter solstice in Northern Hemisphere. On this day, the Northern Hemisphere experiences its shortest day and longest night. ഈ പറഞ്ഞ കാര്യങ്ങൾ ആ ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഒരു ഇമേജ് വീണ്ടും ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഇവിടെ നോക്കാം. ഒന്നും കൂടി. സോ ഞാനിവിടെ വരച്ച് തന്നെ പറയാം. ഓക്കെ, മാർച്ച് 21 സൂര്യൻ എവിടെയുള്ളത്? മാർച്ച് 21 എബവ് ദി ഇക്വേറ്റർ. ദെൻ ജൂൺ 21 ആയപ്പോഴേക്കും സൺസ് പൊസിഷൻ എവിടെ എത്തി? ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ദെൻ അഗെയിൻ സെപ്റ്റംബർ 23 ആയപ്പോൾ അഗെയിൻ റീച്ചസ് അബവ് ദി ഇക്വേറ്റർ. ദെൻ അടുത്ത 3 മാസം കൊണ്ട് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ഒരു 3 മാസം കൊണ്ട് സൗത്ത് വേർഡ് മൂവ്മെന്റ്, സൂര്യന്റെ സ്ഥാനത്തിന് വീണ്ടും സൗത്ത് വേർഡ് മൂവ്മെന്റ് ആണ് സംഭവിക്കുന്നത്. അഥവാ സൂര്യൻ താഴോട്ട് സദേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പാരന്റ് മൂവ്മെന്റ് അല്ലെ, സൂര്യൻ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർക്കുക, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള. അപ്പൊ ആ ഒരു സൂര്യന്റെ സ്ഥാനം എവിടെയെത്താണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേർമുകളിലെത്താണ് ഓൺ December 22. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി സൗത്തിലുള്ള ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പൊ December 22 സൂര്യന്റെ സ്ഥാനം എവിടെ എത്തി? അബവ് ദി ട്രോപ്പിക് ഓഫ് Capricorn, reaches vertically reaches above the Tropic of Capricorn. Okay, December 22 Tropic of Capricorn നേർമുകളിലാണ് എവിടെ ആര് വരുന്നത്? നമ്മുടെ സൂര്യൻ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്, പിന്നീട് നോർത്തിലേക്ക് പോകുന്നു, എഗെയിൻ ഇക്വേറ്ററിലേക്ക് വരുന്നു, ദെൻ ഇപ്പൊ എവിടെ എത്തി? ഇപ്പോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേർമുകളിൽ എത്തുന്നു. ഓക്കെ, സൂര്യപ്രകാശം അപ്പൊ സദേൺ ഹെമിസ്ഫിയറിലാണ് ഇപ്പോൾ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റിന്റെ പ്രത്യേകത, ഈ ഒരു ഡേറ്റിനെ നമ്മൾ വിളിക്കുന്നത് വിന്റർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, വിന്റർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാണ് ഈ December 22 എന്ന് പറയുന്ന ഡേറ്റിനെ നമ്മൾ അറിയപ്പെടുന്നത്. December 22 ഏതാണ്? വിന്റർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് പറഞ്ഞ മറ്റൊരു സെന്റൻസ്, ഈ ഒരു December 22 നോർത്തേൺ ഹെമിസ്ഫിയറിലും അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലുള്ള ഡ്യൂറേഷൻ ഓഫ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, അതിന്റെ കാര്യം പറയാം. രാവും പകലും ഒക്കെ എവിടെയാണ് കൂടെ, എവിടെയാണ് കുറയുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഏത് ഹെമിസ്ഫിയറിലാണോ സൺസ് പൊസിഷൻ ഉള്ളത്, സൂര്യന്റെ സ്ഥാനമുള്ളത്, ആ ഹെമിസ്ഫിയറിൽ ഡേ ടൈം കൂടും, നൈറ്റ് ടൈം കുറയും. ഓക്കെ, ഡേ ടൈം കൂടും, നൈറ്റ് ടൈം കുറയും. അപ്പൊ അങ്ങനെയാകുമ്പോൾ സൂര്യന്റെ സ്ഥാനം ഇപ്പൊ എവിടെയുള്ളത്? സൂര്യന്റെ സ്ഥാനം ഇപ്പോ സദേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം കൂടും, നൈറ്റ് ടൈം കുറയും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലോ അവിടെ നൈറ്റ് ടൈം കൂടും, ഡേ ടൈം കുറയും. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിൽ ഒന്നുകൂടി വായിക്കാം സെന്റൻസ്, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ശ്രദ്ധിക്കാം. The sun continues its southward apparent shift from the equator from 23rd September and reaches vertically above Tropic of Capricorn on 22nd December. 22nd December സൂര്യന്റെ സ്ഥാനം എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലെത്തുന്നു. ആൻഡ് ദിസ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് ഈ ഒരു ഡേറ്റ് അറിയപ്പെടുന്നത്. ആൻഡ് ഓൺ ദിസ് ഡേ ദി നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്സ്റ്റ് നൈറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഷോർട്ടസ്റ്റ് ഡേ ആണ്, അതേപോലെ ലോങ്സ്റ്റ് നൈറ്റ് ആണ്. ഓക്കെ, കാരണം സൂര്യൻ എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ അവിടെ ഡേ ടൈം കുറയും, നൈറ്റ് ടൈം കൂടും. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുക. ഇവിടെ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദി ഡേ ആൻഡ് ദി നൈറ്റ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ ഓൺ 22nd December? 22nd December സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാണ്? അതിന്റെ പെക്യൂലിയാരിറ്റി എന്താണ്? നമുക്ക് ഇവിടെ നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യമാണ്. സദേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ഓൺ 22nd December. 22nd December സദേൺ ഹെമിസ്ഫിയറിൽ
ലോങ്സ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആയിരിക്കും. അഥവാ ദൈർഘ്യമേറിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ it is autumn season in the northern hemisphere from 23rd September to 22nd December. ഓക്കെ, ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഓട്ടം സീസൺ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്പ്രിംഗ് സീസൺ ഉണ്ട്. അപ്പൊ ആ സ്പ്രിംഗ് സീസണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട സീസണാണ് ഓട്ടം. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ, ഞാൻ നേരത്തെ പറഞ്ഞു, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ ഓപ്പോസിറ്റ് ആയി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് ഓട്ടം സീസൺ. അപ്പൊ ഇറ്റ് ഈസ് ഓട്ടം സീസൺ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഫ്രം 23rd September to 22nd December. വീണ്ടും ഞാൻ ഒരു പിക്ചർ ഷെയർ ചെയ്യാണ്. ഓക്കെ, 23rd September to 22nd December നമ്മൾ പറഞ്ഞു. ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ ഒരു സൗത്ത് വേർഡ് മൂവ്മെന്റിന്റെ, സൂര്യന്റെ സൗത്ത് വേർഡ് മൂവ്മെന്റിന്റെ ഈ ഒരു പീരീഡ്, September 23rd to December 22nd, ഈ ഒരു പീരീഡ് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പീരീഡ് ഏത് സീസൺ ആണെന്ന് പറയുന്നത്? ഈ ഒരു പീരീഡ് ഓട്ടം സീസൺ ആയിരിക്കും എന്ന് പറയുന്നു. എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് ഓട്ടം സീസൺ ആണ്. ഒന്നുകൂടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. September 23rd to December 22nd, ഈ ഒരു പീരീഡിന് നമ്മൾ എന്ത് പറയുന്നു? ഓട്ടം സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗമാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ. ശരിക്കും നമ്മൾ പറയേണ്ടിയിരുന്നത് ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ പറയുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഏതാ സീസൺ എന്നാണ് ശരിക്കും ആദ്യം പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഏതായിരിക്കും? നോർത്തിൽ ഓട്ടം സീസൺ ആണെങ്കിൽ സൗത്തിൽ ഏതായിരിക്കും? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. ഒരു സംശയവും വേണ്ട. സോ ഈ ഒരു പീരീഡ് ബിറ്റ്വീൻ September 23rd and December 22nd, ഈ ഒരു പീരീഡ് ഏതാണ്? ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് സ്പ്രിംഗ് സീസൺ ഇൻ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആയിരിക്കും. അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണുമായിരിക്കും. ഓക്കെ, ക്ലിയർ? വീണ്ടും നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം. Okay, it is autumn season in northern hemisphere from 23rd September to 22nd December. Autumn marks the transition from severity of summer towards winter. ഓട്ടം സീസണിന്റെ പ്രത്യേകത അതൊരു ട്രാൻസിഷൻ സീസൺ തന്നെയാണ്. ഫ്രം ദി സിവിയറിറ്റി അല്ലെങ്കിൽ ഫ്രം ദി സമ്മർ ടുവേർഡ്സ് വിന്റർ. ഓക്കെ, സമ്മർന്ന് വിന്ററിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഓട്ടം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പ്രിങ്. സ്പ്രിങ് എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് ഫ്രം വിന്റർ ടു സമ്മർ. വിന്ററിന്ന് സമ്മറിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ് സ്പ്രിങ്. ഓട്ടം എന്ന് പറയുമ്പോൾ സമ്മറിന്ന് വിന്ററിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, കൃത്യമായിട്ടത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ മാറിപ്പോകുന്ന ഒരു സ്ഥിതി കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ശരിക്കും നമ്മൾ thorough ആയിട്ട് തന്നെ അത് മനസ്സിലാക്കുക. Then during this period the atmospheric temperature decreases considerably. ഈ ഒരു ഓട്ടം സീസണിന്റെ പ്രത്യേകത പറയുകയാണ്. ഏത് ഹെമിസ്ഫിയറിലാണോ ഓട്ടം സീസൺ ഉള്ളത്, അപ്പൊ ആ ഒരു ഓട്ടം സീസൺ ഉള്ള സ്ഥലത്ത് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് the atmospheric temperature decreases considerably. അതായത് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശം അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെ, നമ്മുടെ സൂര്യന്റെ ആ ഒരു ചൂട് ടെമ്പറേച്ചർ വല്ലാണ്ട് കുറയുന്നു. ഡിക്രീസസ് കൺസിഡറബിളി. ടെമ്പറേച്ചർ വല്ലാണ്ട് കുറയും. ആൻഡ് ദർ ഈസ് ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ് ഡ്യൂറിംഗ് ദി പീരിയഡ്. അതായത് ഡേ ടൈം കുറയുന്നു, നൈറ്റ് ടൈം കൂടുന്നു. ദിസ് ഈസ് ദ സീസൺ ഡ്യൂറിംഗ് വിച്ച് ദി ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ്. ഈ ഓട്ടം സീസണിന്റെ മറ്റൊരു പ്രത്യേകത പറയുന്നു. ദിസ് ഈസ് ദ സീസൺ ഡ്യൂറിംഗ് വിച്ച് ദി ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ്. അതായത് ഈ മരങ്ങളൊക്കെ ഇലകൾ പൊഴിക്കുന്ന ഒരു സീസൺ കൂടിയാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. ആൻഡ് ദി ഷെഡിംഗ് ഓഫ് ലീവ്സ് ഈസ് എ ഫോം ഓഫ് അഡാപ്റ്റേഷൻ ടു സർവൈവ് ദി ഫോർത്ത് കമ്മിങ് ഡ്രൈ വിന്റർ. ഈ ഒരു ഇലകൾ പൊയ്ക്കുക എന്ന് പറയുമ്പോൾ സസ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇലകൾ പൊയ്ക്കുന്നത് ശരിക്കും ഇനി വരാൻ പോകുന്ന ആ ഒരു ഡ്രൈ വിന്റർ സീസണിലേക്ക് തയ്യാറെടുക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. അതായത് ഡ്രൈ വിന്റർ സീസൺ വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ഒരു സീസൺ അനുകൂലമായ രൂപത്തിൽ
ഈ ട്രീസ് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ സസ്യങ്ങൾ എന്ത് ചെയ്യാണ്, അവരുടെ ശരീരം അതിനനുസരിച്ച് പാകപ്പെടുത്തുകയാണ്. അവരുടെ ആ ഒരു വൃക്ഷം അല്ലെങ്കിൽ ആ ഒരു ചെടി ഇനി വരാൻ പോകുന്ന സീസണിലേക്ക് അഡാപ്റ്റഡ് ആവുകയാണ്. ആ ഒരു സീസൺ അനുകൂലമായിട്ട് ആ ചെടികൾ മാറുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഷെഡിങ് ഓഫ് ലീവ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഇലകളൊക്കെ പൊയ്ക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ ഒരു ഷെഡിങ് ഓഫ് ലീവ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകതയാണ്, ഈ ഒരു ഓട്ടം സീസണിന്റെ പ്രത്യേകതയാണ്. അതേപോലെ ഇവിടെ പറയുന്ന ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു, അതേപോലെ ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ്. ഇതൊക്കെയാണ് ദീസ് ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് ഓട്ടം സീസൺ. ഓക്കെ, താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ഈസ് ദ സീസൺ ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ വെൻ ഇറ്റ് ഈസ് ഓട്ടം ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഏതാണ് സീസൺ? കണ്ണും പൂട്ടി നമുക്ക് പറയാം, സ്പ്രിംഗ് സീസൺ. നേരത്തെ പറഞ്ഞതാണ്, നോർത്തിൽ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്തിൽ. അപ്പോൾ അവിടെ നോർത്തിൽ ഓട്ടം സീസൺ ആകുമ്പോൾ സൗത്തിൽ സ്പ്രിംഗ് സീസൺ ആണ്. ദെൻ ദ നോർത്ത് വേർഡ് അപ്പാരന്റ് ഷിഫ്റ്റ് ഓഫ് ദി സൺ ബിഗിൻസ് ബൈ 22nd December and again reaches vertically above the equator on 21st March. This period marks the winter season in northern hemisphere and summer season in southern hemisphere. നമുക്ക് അവിടെ സെന്റൻസ് ഇല്ലെങ്കിലും നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഡിസംബർ 22 വീണ്ടും എന്ത് ചെയ്യാണ്, സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, നോർത്ത് വേർഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ദി നോർത്ത് വേർഡ് അപ്പാരന്റ് ഷിഫ്റ്റ് ഓഫ് ദി സൺ ബിഗിൻസ് ബൈ 22nd December and again reaches vertically above the equator on 21st March. ഓക്കെ, അപ്പോൾ ദിസ് പീരിയഡ് മാർക്സ് ദി വിന്റർ സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സമ്മർ സീസൺ ഇൻ സദേൺ ഹെമിസ്ഫിയർ. വീണ്ടും ഞാനൊരു ആ ഒരു പിക്ചറിലേക്ക് പോവാണ്, എന്നിട്ട് പെട്ടെന്ന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലാണ് സൂര്യന്റെ സ്ഥാനം. അത് അഗെയിൻ അടുത്ത 3 മാസം കൊണ്ട് നോർത്ത് വേർഡ് ഷിഫ്റ്റ്, സൂര്യന്റെ ആ ഒരു പൊസിഷന് നോർത്ത് വേർഡ് ഷിഫ്റ്റ്, ആ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ് ഉണ്ടാവുന്നു. അങ്ങനെ അടുത്ത 3 മാസം കൊണ്ട് ഇറ്റ് റീച്ചേഴ്സ് above the equator on March 21st. Okay, again March 21st and June 21st, പിന്നെ September 23rd, December 22nd, again it reaches on vertically on above the equator on March 21st. മാർച്ച് 21 വീണ്ടും ഇക്വേറ്ററിന്റെ നേർമുകളിൽ സൂര്യന്റെ സ്ഥാനം വരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത്, ആ ഒരു സീസൺ ഡിസംബർ 22 ടു മാർച്ച് 21 എന്ന് പറയുന്ന ആ ഒരു പീരീഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസൺ ആണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആണ്. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണുമാണ്. ഓക്കെ, സമ്മർ സീസണുമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, മാർച്ച് 21 വരെയുള്ള, ഡിസംബർ 22 മാർച്ച് 21 വരെയുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിലെ സമ്മർ സീസണും നോർത്തേൺ ഹെമിസ്ഫിയറിലെ വിന്റർ സീസണുമാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ടെക്സ്റ്റിലേക്ക് പോകുന്നു. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് വിന്റർ സീസൺ? വിന്റർ സീസണിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. അതും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, വി ക്യാൻ സീ ഫോളിംഗ് സ്നോ ആൻഡ് ഫ്രീസിംഗ് കോൾഡ് ടെമ്പറേച്ചർ, അല്ലെ? അതായത് മഞ്ഞു വീഴ്ചയും നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ജനറൽ ആയിട്ട് വിന്റർ സീസണിന്റെ പ്രത്യേകത. ആൻഡ് വിച്ച് വിൽ ബി ദി സീസൺ ഇൻ സദേൺ ഹെമിസ്ഫിയർ വെൻ ഇറ്റ് ഈസ് വിന്റർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും സീസൺ? സമ്മർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒബ്സർവ് ടേബിൾ 1.1 ആൻഡ് ഫൈൻഡ് ഔട്ട്. ആ ടേബിൾ നോക്കി കണ്ടെത്താൻ വേണ്ടി പറയാണ്, പക്ഷെ അത് നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ കാണുന്നു, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ആ ഒരു ചിത്രത്തിന്റെ ആ ഒരു ഇമേജിന്റെ സഹായത്തോടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരൊറ്റ ടേബിളായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ടേബിള് ചില ഭാഗങ്ങൾ ബ്ലാങ്ക് ആക്കിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ. അപ്പൊ കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് തീരെ മാർക്ക് നഷ്ടപ്പെടാണ്ട് ഫുൾ മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ടേബിളിൽ പറയുകയാണെങ്കിൽ, ഓക്കെ, ആദ്യം മന്ത്സ് പറയുന്നു, മാസങ്ങൾ പറയുന്നു. പിന്നീട് അപ്പാരന്റ് ആ ഒരു ടൈമിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ സ്ഥാനം, മൂവ്മെന്റ് എങ്ങനെയാണ്, എവിടെ നിന്ന് അങ്ങോട്ടാണോ. അങ്ങനെ വരുമ്പോൾ നോർത്തിലും സൗത്തിലുമുള്ള സീസൺസ് ഏതാണ്. ഓക്കെ, ഓരോന്നും പറയാണ്. അപ്പൊ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം, അല്ലെ? വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക,
ഫ്രം മാർച്ച് 21st to ജൂൺ 21st. ഫ്രം മാർച്ച് 21st to ജൂൺ 21st. മാർച്ച് 21st മുതൽ ജൂൺ 21st വരെയുള്ള, മാർച്ച് 21st എവിടെയുള്ളത്? സൂര്യൻ ഇക്വേറ്ററിലാണ്. ജൂൺ 21st ആകുമ്പോൾ എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഫ്രം ദി ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ഈ പറഞ്ഞ ഡേറ്റിൽ സൂര്യന്റെ സ്ഥാനം എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. ദെൻ ആ സമയത്ത് സീസൺ എന്ന് പറയുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആയിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആയിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ശരിക്കും ഒന്ന് മാത്രം നോക്കിയാൽ മതി, ഒരു കോളം മാത്രം നോക്കിയാൽ മതി ശരിക്കും. ദെൻ ജൂൺ 21st ടു സെപ്റ്റംബർ 23rd. നേരത്തെ എവിടെ എത്തിയത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലല്ലേ. അപ്പോൾ ആ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ഇക്വേറ്റർ, ഇക്വേറ്ററിലേക്ക് വരുന്നു. അങ്ങനെ ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ അവിടെ സമ്മർ സീസൺ ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഓക്കെ, സമ്മർ സീസൺ ആയിരിക്കും. സൗത്തിൽ ഏതായിരിക്കും? വിന്ററും ആയിരിക്കും. ഓക്കെ, ദെൻ സെപ്റ്റംബർ 23rd ടു ഡിസംബർ 22nd. ഇക്വേറ്ററിന് ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ, സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ. ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് അല്ലേ. അപ്പോൾ ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് വരുമ്പോൾ നമ്മൾ സീസൺ പറയുമ്പോൾ ശരിക്കും ആദ്യം എന്തോർക്കുക? ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിലുള്ള സീസൺ നമ്മൾ ആദ്യം പറയുന്നതായിരിക്കും കുറച്ചും കൂടി പഠിക്കാൻ സുഖം. സോ ഫ്രം ദി ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഈ ഒരു സമയത്ത് സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ദി ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആവുന്ന സമയത്ത് സദേൺ ഹെമിസ്ഫിയറിൽ ഏതാണ് സീസൺ? സ്പ്രിംഗ് സീസൺ ആണ്. അപ്പൊ നോർത്തിൽ ഓട്ടം സീസൺ ആണ്. Then from December 22nd to March 21st, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള സമയത്ത് സൂര്യന്റെ പൊസിഷൻ എവിടുന്ന് എങ്ങോട്ട് പോകുന്നു? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ഇക്വേറ്റർ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇക്വേറ്ററിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ ഏതാ സീസൺ? സമ്മർ സീസൺ ആണ്. അവിടെ സമ്മർ ആകുമ്പോൾ നോർത്തിൽ ഏതാ? വിന്റർ സീസണുമാണ്. ഓക്കെ, അപ്പൊ ഇത് ചിത്രത്തിന്റെ സഹായത്തോടെ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ തന്നെ നിങ്ങൾ നോക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ സീസൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് കഴിഞ്ഞു. അതായത് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉത്തരായനം, ദക്ഷിണായനം എന്നുള്ള കുറച്ച് കാര്യം കാണാം. പക്ഷെ നമ്മളത് ഇപ്പം പറയുന്നില്ല, ക്ലാസ് കുറച്ച് വല്ലാതെ ലെങ്തി ആയി പോവും. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ടേബിൾ മാത്രം പറഞ്ഞ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ഒരു പിക്ചർ കാണിച്ചുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ചിത്രത്തിന്റെ ബേസിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാം. ആ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട്, അതേപോലെ ആ ഡേറ്റ്സും മാർച്ച് 21st, ഓക്കെ, അതേപോലെ തന്നെ മാർച്ചും സെപ്റ്റംബറും അതേപോലെ ജൂണും ഡിസംബറും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ നോക്കി ആ ചിത്രത്തിന്റെ സഹായത്തോടെ ഓരോ സീസണും, ഓരോ ഹെമിസ്ഫിയറിൽ ഒരു സീസൺ ആകുമ്പോൾ അടുത്ത ഹെമിസ്ഫിയറിൽ ഏതാണ് സീസൺ, ഏത് ഡേറ്റ്സിലാണ് അതിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, പിന്നെ ഇക്വേറ്ററിന് എവിടെ എത്തുന്നത്, ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നതും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ എത്തുന്നതും തിരിച്ച് ഇക്വേറ്ററിൽ എത്തുന്നതും ഒക്കെ എപ്പോഴാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 100% ഷുവർ ആണ് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യം തന്നെ 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എനിവേ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.